അപ്പോൾ എല്ലാ ചോപ്പറിലുള്ള പോലെ ബേസിക് ആയിട്ടുള്ള ഈ ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ ഇത്ര ഐറ്റംസ് ആണ് ചെയ്തത്. ഇതൊരു അടിപൊളി സാധനമാണ്, സക്സസ്. ഇനി ബാക്കി സാധനങ്ങളുടെ ഒക്കെ യൂസേജ് ഞാൻ യൂസ് ചെയ്ത് നോക്കി പറയാം. ഇനി ഇൻസ്റ്റകപ്പന്റെ ഒരുപാട് ആളുകൾ ഹൈപ്പ് കൊടുത്തിരുന്ന ഈ ഗാർലിക് പീൽ ചെയ്യുന്ന സാധനം, ഇത് എത്രത്തോളം വർക്കിംഗ് ആണ് നമുക്ക് നോക്കാം. ഇത് വർക്കിംഗ് ആണെങ്കിൽ മക്കളെ അടിപൊളി റൈറ്റ് ആയിരിക്കും. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾക്ക് സമയം പോകുന്ന ഒരു സാധനമാണ് ഈ വെളുത്തുള്ളി തുറച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മോള് സമൂസ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചല്ലേ, മല്ലിച്ചപ്പം കൂടി ഇട്ടേക്കുന്നുണ്ട്. അപ്പം ഇത് ബ്ലേഡിന്റെ മാല ചുറ്റിയ പോലെ ഉണ്ടായിരുന്നു. സോ ഹാപ്പി, സോ ഹാപ്പി, സോ ഹാപ്പി. സാധനം പരിചയപ്പെടുത്തി തരാം. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ. ഞാൻ റീസെന്റ് ആയിട്ട് ഒരുപാട് ആളുകൾ ഭയങ്കര ഹൈപ്പ് കൊടുക്കുന്ന കണ്ട് ഇൻസ്റ്റാകപ്പേന്റെ ഒരു ചോപ്പർ, ഇലക്ട്രിക് ചോപ്പർ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അത് പർച്ചേസ് ചെയ്തപ്പോൾ നിങ്ങളെ കൂടെ എന്റെ റിയൽ റിവ്യൂ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഇതിനൊപ്പം എനിക്ക് വേണ്ടി കോമ്പണൻസ് ഒന്ന് പരിചയപ്പെടുത്താം. ബേസിക് ആയിട്ട് എല്ലാ ചോപ്പറിലും നമ്മൾ കാണുന്ന പോലത്തെ ഒരു ബ്ലേഡ്. പിന്നെ ഇത് കൂടാതെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തൊരു സാധനമാണ് ഇത്. നമ്മുടെ ഗാർലിക് ഒക്കെ പീൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ആളുകളൊക്കെ നല്ല റിവ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിത് നോക്കാം ഇതെങ്ങനെ വർക്കിംഗ് ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ. പിന്നെ ഇത് ലസ്സി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ്. ഇത് എഗ് ബീറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള അങ്ങനെ 4 സാധനം. ഇത് കൂടാതെ ഒരു സ്പാച്ചുലയും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കത്തിയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ എസക്കേൽ എടുത്തിട്ട് പോയിട്ടുണ്ട്. അറിയില്ല, ഇപ്പൊ കിട്ടിയിട്ടില്ല, ഇത് ശരിയിട്ടില്ല. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ വന്നത്. പിന്നെ ഇതിന്റെ മെഷീൻ, മെയിൻ ആയിട്ടുള്ള മെഷീൻ, കൂടാതെ ഒരു അത്യാവശ്യം വലിയൊരു ബൗൾ, സ്റ്റീലാണ് കേട്ടോ ഇത്. അതാണ് മറ്റു ചോപ്പേഴ്സിൽ നിന്നൊക്കെ ഇതിനെ ഡിഫറെന്റ് ആക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്യാവശ്യം വലിയ സൈസുള്ള ഒരു സ്റ്റീലിന്റെ ബൗളാണിത്. കൂടാതെ ഇപ്പൊ നമ്മൾ ടേബിളിലൊക്കെ വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകാതിരിക്കാൻ വേണ്ടി ഇതിനൊപ്പം ഒരു വാഷ് തന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇതിൽ പരീക്ഷിക്കാൻ പോകുന്ന ഐറ്റംസ് കുറച്ച് ക്യാരറ്റ്സ് ഉണ്ട്. അത് ഒരു ഈ സൈസിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ക്യാരറ്റ്സ് അങ്ങനെ മുഴുവൻ ഇട്ടാലും മതി എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്, പക്ഷെ ഞാൻ ഏതായാലും ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളി, നമ്മുടെ വെല്ലുള്ളി, അതിങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. പിന്നെ ക്യാബേജും പറഞ്ഞ പോലെ വലിയ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കനാണ്. അത് കൂടാതെ ഗാർലിക് എടുത്തിട്ടുണ്ട്, ഗാർലിക്. പിന്നെ ഇത് കേർഡാണ്. ഇത് വെച്ചിട്ട് നമ്മൾ ലസ്സി ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്, റോസ ലസ്സിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത് ചോപ്പ് ചെയ്ത് നോക്കാം, വർക്കിംഗ് ആണോ അല്ലയോ അറിയണ്ടേ. ഇതിന് 3 സ്വിച്ചസ് ആണ് ഉള്ളത്. ഒന്ന് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന, 2 സ്പീഡാണ് തോന്നുന്നുണ്ട്. പിന്നെ മൂന്നാമത്തുള്ളത് വിസ്ക് ചെയ്യുന്നതാണ് തോന്നുന്നത്. ഇതിൻ്റെയൊക്കെ സിമ്പിളാണ് കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പുറത്തൊരു ബൗളുമേൽ വിസ്ക് ചെയ്യുന്ന സിമ്പിളും പിന്നെ ഇതിൻ്റെ ഒരു സിമ്പിളുമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പർപ്പസിന് വേണ്ടിയുള്ളതാണ് തോന്നി മൂന്നാമത്തത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം വെജിറ്റബിൾസ് അത് ഇട്ടിട്ട്. ഞാൻ വെജിറ്റബിൾസ് ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബ്ലേഡാണ് എടുത്തിട്ടുള്ളത്. Wow! Finely chopped means so super. See? ഞാൻ പ്ലേറ്റ് കാക്കി കാണിച്ചു തരാം. അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. See? Look at this! അടുത്തത് ഉള്ളി കേട്ടോ, ഉള്ളി. ഇതിൽ 2 സ്പീഡ് ഉണ്ടെന്ന് നമ്മൾ കണ്ടല്ലോ. ആദ്യം ഒന്നിലിട്ട് നോക്കാം. ഇത് അത്യാവശ്യം കുറച്ച് വലിപ്പത്തിലാണ് ആയിട്ടുള്ളത്, എന്നാലും നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. ഒരേ സൈസിൽ മുറിഞ്ഞിട്ടുണ്ട്, പക്ഷെ കുറച്ച് വലുതായിട്ടാണ് മുറിഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ സ്പീഡിലിട്ടിട്ട് ചെക്ക് ചെയ്യാം. ഒന്നിലിട്ട് കട്ട് ചെയ്തപ്പോൾ കുറച്ച് ഒന്ന് റഫ്ലി ചോപ്പായി കിട്ടി. ഇനി അത് ഫൈൻ ചോപ്പാക്കാൻ വേണ്ടി ഞാൻ 2 ഒന്നുകൂടി സ്പീഡ് കൂട്ടിയിട്ട് കറക്കി നോക്കാം. ലെറ്റ് മീ ചെക്ക്. പൊന്നി കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ. പക്ഷേ ഈ ക്യാരറ്റ് മുറിഞ്ഞ അത്രയും സൂപ്പർ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചെങ്കിൽ അത്രയും ഫൈനലി ചോപ്ഡ് ആയിട്ടില്ല, പക്ഷെ മതി, അടിപൊളിയാണ്. സമോസ ഉണ്ടാക്കുന്നുണ്ട്. ഈ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സമോസ ഉണ്ടാക്കേണ്ടി വരുമല്ലോ, ഇത് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്യാബേജ് വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ അരിഞ്ഞു നോക്കാം. എന്തായാലും മോള് സമോസ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചല്ലേ, മല്ലിച്ചപ്പം കൂടി ഇട്ടേക്കാം അതിൻ്റെ ഒപ്പം. സമോസ ഉണ്ടാക്കേണ്ടി വരുന്നെങ്കിൽ ഇനി അതിനായിട്ട് വേറെ അരക്കാൻ നടക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സാധനം ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ബ്ലേഡുമേ മാല ചുറ്റിയ പോലെ ഉണ്ടായിരുന്നു ഗൈസ്. ഇതൊന്നും കൂടി ഇട്ട് നോക്കാം. നമുക്ക് അങ്ങനെ വരെ പറയാൻ പറ്റില്ല. അത് മാല പോലെ കുടുങ്ങി ചെയ്തതുകൊണ്ടാണ് ബ്ലേഡിന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല സാധനം. ആണ് സംഭവം. ഒന്നുകൂടി ഇളക്കിയിട്ട് നോക്കാം. വാവ്, സൂപ്പർ. ലുക്ക് അറ്റ് ദിസ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ.
ഇനിയാണ് ഒരു അടിപൊളി ടെസ്റ്റിംഗ് നടക്കാൻ പോകുന്നത്. ഇപ്പൊ കബാബ് പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കിയ ആളുകൾ തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനൊക്കെ ഇത് ഉപകരിക്കോ, മീറ്റ് എത്രത്തോളം ചെയ്യാൻ കഴിയും എന്നാണ് ഇനി ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. വലിയ വലിയ ചിക്കൻ കഷ്ണങ്ങളാണ് കേട്ടോ. സി, ഇത്രയും വലുത്. Oh my God. Look at this. Wow. So happy. So happy. So happy. So happy. Look at this. See? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് നമ്മൾ കബാബിനൊക്കെ ആക്കുന്ന പോലെ അതേ ടെക്സ്ചറിൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വർത്ത് ഇറ്റ്. ഇത് സൂപ്പർ ആയിരുന്നു. ഇനി ഇത് വാഷ് ചെയ്ത് വന്നിട്ട് ബാക്കി ഗാർലിക്കും ടെസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ ലെസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കൂടി നോക്കാം. അപ്പോൾ എല്ലാ ചോപ്പറിലും ഉള്ള പോലെ ബേസിക് ആയിട്ടുള്ള ഈ ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ ഇത്ര ഐറ്റംസ് ആണ് ചെയ്തത്. ഇതൊരു അടിപൊളി സാധനമാണ്, സക്സസ്. ഇനി ബാക്കി സാധനങ്ങളുടെ ഒക്കെ യൂസേജ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയാം. നിലവിൽ ഇത്ര ഐറ്റംസ് ഉണ്ടാക്കിയതിൽ ഇത് അടിപൊളി സാധനമാണ്. ഇനി ഇൻസ്റ്റകപ്പൻ്റെ ഒരുപാട് ആളുകൾ ഹൈപ്പ് കൊടുത്തിരുന്ന ഈ ഗാർലിക് പീൽ ചെയ്യുന്ന സാധനം, ഇത് എത്രത്തോളം വർക്കിംഗ് ആണ് നമുക്ക് നോക്കാം. ഇത് വർക്കിംഗ് ആണെങ്കിൽ മക്കളെ അടിപൊളി റൈറ്റ് ആയിരിക്കും. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾക്ക് സമയം പോകുന്നൊരു സാധനമാണ് ഈ വെളുത്തുള്ളി തുളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇത് ഞാൻ ഇതിൽ കിടാണ്, വലിയ വലുതാക്കിയിട്ടാണ് കേട്ടോ ഇടുന്നത്. അല്ലി അടത്തിയിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ടുക്കാണ്. അപ്പോൾ ഇതിൽ 3 സ്വിച്ചസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇതിൻ്റെ സിമ്പിൾ കാണിക്കുന്നത് ഈ ഒരു സ്വിച്ച് മേലാണ്. അത് വെച്ചിട്ട് നമുക്ക് ആദ്യം ട്രൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ മുറിഞ്ഞു പോയാലോ. ഓക്കെ, ഇതാണ്, ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നോക്കാം, പോയിട്ടുണ്ട്, കുറേയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ മുഴുവനായിട്ട് പോയോ എന്ന് ചോദിച്ചാൽ ഇതാ ഇത്രയും. ചിലതിന് നന്നായിട്ട് പോയിട്ടുണ്ട്, ചിലതിൻ്റെ അത്രക്ക് പോയിട്ടില്ല. കണ്ടില്ലേ, ഇത്ര ആയിട്ടുള്ളൂ. ഫുള്ളായിട്ട് പൊളിഞ്ഞൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ അച്ചാർ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ബൾക്കായിട്ട് സാധനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ ഉള്ളി കുറേ സമയത്ത് തുളിച്ച് കിട്ടുമ്പോൾ ഒരു പകുതി പണി എളുപ്പമായി കിട്ടും. അത്രേ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇതൊരു അടിപൊളി സാധനം പറയാനില്ല, ഹെൽപ്ഫുൾ ആണ്. ഇനി നമുക്ക് ഈ ലസ്സി ഉണ്ടാക്കുന്ന ഈ കോമ്പണന്റ് എങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കാം. ബ്ലേഡ് സെറ്റ് ചെയ്തു, കുറച്ച് ഐസ് ഇട്ടു, പഞ്ചസാര ആവശ്യത്തിന്, പിന്നെ നമ്മുടെ കട്ടത്തൈര്, പുളിയൊന്നും ഇല്ലാത്ത തൈരാട്ടോ. ലസ്സിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പുളി ഇല്ലാത്ത തൈര് എടുക്കാനേ പ്രത്യേകം ശ്രദ്ധിക്കണേ, അല്ലേ പുളിയെല്ലാം സീപ്പു. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്യാം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ലസ്സി പോലുള്ളതൊക്കെ ചെയ്യാൻ ഈ ഒരു സ്വിച്ചാണ് കേട്ടോ. നമുക്ക് അത് വെച്ചിട്ട് ചെയ്യാം. വാവ്, ബീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് സൂപ്പർ. ഇത് ഇത്ര വർക്ക് ചെയ്യുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഇത് ഇത്രയ്ക്ക് അടിപൊളിയാണെന്ന് വിചാരിച്ചിട്ടേ ഇല്ല, പക്ഷെ സൂപ്പറായിട്ട് കിട്ടിക്കണം. സി, ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് വെക്കാം. ഡെക്കറേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ കുറച്ച് റോസാ. സി, ചോടെ സൂപ്പർ അടിപൊളി. ഇനി നമുക്ക് ബീറ്റർ എത്രത്തോളം വർക്കിംഗ് ആണെന്ന് നോക്കാം. ഈ ബ്ലേഡ് എഗ് ബീറ്റ് ചെയ്യാൻ അതുപോലെ ക്രീം വിപ്പ് ചെയ്യാൻ ഒക്കെയാണ് ഇതിൽ പർപ്പസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ബീറ്റ് ആയിട്ടുണ്ട്, കുറച്ച് ഇതൊക്കെ ഫ്യൂംസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു 100% സക്സസ് എന്ന് പറയാൻ കഴിയില്ല. നമുക്ക് കേക്കിനൊക്കെ നമ്മൾ ഹാൻഡ് ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിലൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് കട്ടിയായിട്ടായി വരില്ലേ. ഇത് അങ്ങനെയൊന്നും ആയിട്ടില്ല, ലൂസായിട്ടാണ്. പിന്നെ പുഡിങ് പോലെയുള്ള കാരമൽ പുഡിങ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. നോട്ട് 100% സക്സസ്, ഒരു 50%. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊരു സത്യസന്ധമായിട്ട് റിവ്യൂ ചെയ്യുകയാണെങ്കിൽ ഇത് ചോപ്പർ എന്നുള്ള പർപ്പസിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് കിച്ചണിൽ കിടന്ന് കുറേ അരിഞ്ഞു തീർക്കുന്ന ജീവിതം പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. ഒരുപാട് ടൈം സേവിങ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തത് ലെസ് ഉണ്ടാക്കുന്ന സാധനം എനിക്ക് അടിപൊളിയായിട്ടാണ് ഫീൽ ചെയ്തത്, മീൻസ് ഒരു സക്സസ് ആയിരുന്നു. പിന്നെ മുട്ട ബീറ്റ് ചെയ്യുന്നത് ഒരു 50-50 എന്നുള്ള പോലെ. അതേപോലെ തന്നെ ഞാൻ ഒരുപാട് എക്സ്പെക്ടേഷനോട് കൂടിയിട്ട് നോക്കിയതായിരുന്നു ഇത് വെളുത്തുള്ളി തുളിക്കാൻ. അപ്പോൾ അതും ഒരു 50% അത്രേ ഉള്ളൂ. ഇതൊരു യൂസ്ഫുൾ ആണെന്നൊന്നും പറയാൻ പറ്റില്ല വലിയധികം. പക്ഷെ ഇനിയിപ്പോൾ അച്ചാറിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ബൾക്കായിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ ഒരു പകുതി പണി കുറച്ച് കിട്ടും, ഒന്ന് സെറ്റാക്കി കിട്ടും. പക്ഷേ ഫുള്ളായിട്ട് ക്ലീൻ ആയി കിട്ടുമൊന്നുമില്ല. അപ്പോൾ ടോട്ടൽ പറയുമ്പോൾ ഒരു
10-ല് 8 മാർക്സ് കൊടുക്കാം. 8 സ്റ്റാർ ഔട്ട് ഓഫ് 10. ആമസോണിൽ അത്യാവശ്യം നല്ല റിവ്യൂസ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ട്രെൻഡിങ് പ്രൊഡക്റ്റ് ആണിത്. പിന്നെ ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അവിടെ നിങ്ങൾക്ക് പോയി വാങ്ങാം. ഇതുപോലെ മറ്റൊരു വിന്നിംഗ് പ്രൊഡക്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.